അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹമുള്ള സഹോദരങ്ങളെ, തിരുമൊഴിമുത്തുകളുടെ 8ാം ഭാഗത്തിൽ ചർച്ചയ്ക്കെടുക്കുന്നത് സുപ്രസിദ്ധമായ സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു തിരുവചനമാണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഹ് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്നു, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു, നിഅമതാനി, 2 അനുഗ്രഹങ്ങൾ, മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് ബഹുഭൂരിഭാഗവും ആ അനുഗ്രഹങ്ങളിൽ വഞ്ചിതരായി പോവുകയാണ്. അസ്സിഹ്ഹത്തു വൽ ഫറാഹ്, ആരോഗ്യവും ഒഴിവു സമയവുമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഒരു ജന്മം മുഴുവനും എണ്ണാൻ വേണ്ടി വിനിയോഗിച്ചാലും തീരാത്തത്രത്തോളം അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് അല്ലാഹു തആല ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടുമാണ് നാം ജീവിക്കുന്നത്. അനുഗ്രഹങ്ങൾ കയ്യും കണക്കുമില്ലാതെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരമായി നമ്മോട് അല്ലാഹു തആല കൽപ്പിക്കുന്നത് എന്താണ്? അതിന് പകരമായി നമ്മോട് കൽപ്പിക്കുന്നത് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് പകരം നന്ദി പ്രകടിപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അത്തരത്തിൽ നന്ദിയുള്ള അടിമകളായി നാം മാറുമ്പോൾ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ അധികരിപ്പിച്ചു തരുമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ലഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ, നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരുമെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ വാഗ്ദാനം ചെയ്യുന്നു. എങ്ങനെയാണ് ഈ നന്ദി പ്രകടനം? ഏതു വിധത്തിലാണ് അല്ലാഹുവിന് നന്ദി നാം പ്രകടിപ്പിക്കേണ്ടത്? അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇതെനിക്ക് എന്റെ റബ്ബ് തന്ന അനുഗ്രഹമാണ് എന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അതേപ്രകാരം വിനയത്തോടുകൂടി അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ തയ്യാറാകണം. ഇതൊക്കെ എന്റെ കഴിവാണ് എന്ന് പറയുന്നതിന് പകരം ഇതൊക്കെ അല്ലാഹു തആല തന്ന അനുഗ്രഹമാണ്, അവന്റെ ഔദാര്യമാണ് എന്ന് വിനയത്തോടെ പറയാൻ നമുക്ക് കഴിയണം. അൽഹംദുലില്ലാ എന്ന് ശുക്ർ ചെയ്യാൻ കഴിയണം. അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണം. അത് നാവിന്റെ ശുക്റാണ്. അതേപ്രകാരം അവൻ തന്ന അനുഗ്രഹങ്ങളെ അവൻ അനുവദിച്ച വിഷയങ്ങളിലേക്ക് ചെലവഴിക്കണം, അതിനുവേണ്ടി വിനിയോഗിക്കണം. അങ്ങനെയാണ് പ്രവൃത്തി കൊണ്ട് നാം നന്ദി പ്രകടിപ്പിക്കേണ്ടത്. നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ അവൻ ഇഷ്ടപ്പെട്ട വിധത്തിലായിരിക്കണം വിനിയോഗിക്കേണ്ടത്. അല്ലാഹു തന്ന വലിയ അനുഗ്രഹമാണല്ലോ കാഴ്ച. ആ കാഴ്ച നമുക്ക് അല്ലാഹു തആല നൽകുമ്പോൾ കണ്ണുകൊണ്ട് നാം അല്ലാഹു തആല അനുവദിച്ചതിലേക്ക് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അതിനു പകരം അല്ലാഹു വിരോധിച്ചതിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ നീളുന്നുണ്ടെങ്കിൽ അത് നന്ദികേടാണ്. ഇതേ പ്രകാരം തന്നെ അല്ലാഹു തരുന്ന ഓരോരോ അനുഗ്രഹങ്ങളും അതിനെയെല്ലാം അവൻ അനുവദിച്ച മാർഗത്തിലൂടെ മാത്രം വിനിയോഗിക്കുക, ആ വഴിയിലൂടെ മാത്രം നാം ചെലവഴിക്കുക. അത് സമ്പത്തായാലും അതുപോലെ മറ്റെന്തനുഗ്രഹങ്ങളായാലും അതെല്ലാം അവന്റെ വഴിത്താരയിൽ മാത്രം, അവൻ അനുവദിച്ചതിൽ മാത്രം ചെലവഴിക്കുമ്പോഴാണ് നന്ദിയുള്ള അടിമകളാകുക. പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ വളരെ കുറവാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എന്റെ അടിമകളിൽ നിന്ന് നന്ദിയുള്ളവർ വളരെ കുറവാണ് എന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്നു. മാത്രമല്ല മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായി മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേടാണ് നമ്മിൽ പല ആളുകളും എന്നല്ല, അധിക പേരും നന്ദികേടാണ് കാണിക്കുന്നത് എന്നാണ് ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ഇത്തരത്തിൽ നന്ദികേട് കാണിക്കുമ്പോൾ അതിന്റെ അപകടം നമുക്ക് തന്നെയാണ്. അതിന്റെ ഭവിഷ്യത്ത് നാം തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. അല്ലാഹു തആല തരുന്ന അനുഗ്രഹങ്ങൾ അത് വെറുതെ നൽകുന്നതല്ല, അത് ചോദ്യം ചെയ്യും. തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിശ്ചയമായും അനുഗ്രഹം ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ അത് അല്ലാഹു തആല അനുവദിക്കാത്ത മാർഗത്തിൽ നാം ചെലവഴിക്കുമ്പോൾ
തീർച്ചയായും അത് നമുക്ക് ശാപമായി മാറുന്നു. നമ്മുടെ പാരത്രിക ലോകത്ത് അത് നമുക്ക് നഷ്ടങ്ങൾ വരുത്തുന്നു. ഇത്തരത്തിൽ നാം വഞ്ചിതരായി പോവുകയാണ്. ഇങ്ങനെ വഞ്ചിതരാകുന്ന മനുഷ്യൻ അതിൽ ഏറ്റവും കൂടുതൽ വഞ്ചിതരായി പോകുന്നത് 2 അനുഗ്രഹങ്ങളിലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ തിരുവചനത്തിലൂടെ. ആദ്യമായി പുണ്യനബി പറഞ്ഞത് അസ്സിഹ, ആരോഗ്യമാണ്. ആരോഗ്യം മനുഷ്യന് അല്ലാഹു തആല നൽകുമ്പോൾ ആ ആരോഗ്യത്തെ അല്ലാഹുവിന്റെ വഴിത്താരയിൽ വിനിയോഗിക്കുന്നതിന് പകരം അവൻ ആ അനുഗ്രഹത്തിൽ മതിമറന്നുകൊണ്ട് തന്റെ ആരോഗ്യത്തിൽ അഹങ്കരിച്ചുകൊണ്ട് അല്ലാഹു തആല വിലക്കിയ വിഷയങ്ങളിലേക്ക് ആ ആരോഗ്യത്തെ വിനിയോഗിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ വഞ്ചിതനായി പോകുന്നു. മനസ്സിലാക്കണം, അല്ലാഹു തആല ഈ ദുനിയാവിൽ തരുന്നതൊന്നും സ്ഥിരമായിട്ടുള്ളതല്ല. ഏത് സമയത്തും അത് എടുത്തു പോകാം, അത് തിരിച്ചെടുക്കപ്പെടാം. ആരോഗ്യമുള്ള മനുഷ്യനെ രോഗിയാക്കി മാറ്റാൻ അല്ലാഹുവിന് യാതൊരു പണിയുമില്ല. അങ്ങനെ എത്രയെത്ര കാഴ്ചകളാണ് നമുക്ക് മുമ്പിൽ കാണുന്നത്. അപ്പോൾ അല്ലാഹു തആല ആരോഗ്യം തരുമ്പോൾ രോഗമെന്ന് പറയുന്ന അവസ്ഥ വരുന്നതിന് മുമ്പ് ആ ആരോഗ്യത്തെ നാം വിനിയോഗിക്കണം. അല്ലാഹുവിന്റെ വഴിയിൽ ആരോഗ്യത്തെ നാം ചിലവഴിക്കണം. ഇബാദത്തുകൾ അത് ചെയ്യാൻ ഏറ്റവും പറ്റുന്ന സമയം ആരോഗ്യമുള്ള സമയമാണ്. സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുക ആരോഗ്യമുള്ളപ്പോഴാണ്. രോഗിയാകുമ്പോൾ അതിനൊന്നും കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. അപ്പോൾ അല്ലാഹു തആല തന്ന ആരോഗ്യമാകുന്ന ആ വലിയ അനുഗ്രഹം അത് അഹങ്കാരത്തിലുള്ള ആയുധമാക്കാതെ ആരോഗ്യം അല്ലാഹു തന്ന അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദിയുള്ള അടിമകളായി നാം മാറുക. ആ ആരോഗ്യത്തെ റബ്ബിന്റെ വഴിത്താരയിൽ വിനിയോഗിക്കുക. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.